ഉമർ ഫൈസി മുഖത്തിന്റെ ചില പരാമർശങ്ങളാണ് ലീഗ് സമസ്ത തർക്കത്തെ ആളിക്കത്തിച്ചത്. പൊന്നാനി സ്ഥാനാർത്ഥി KS ഹംസയുടെ പല വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ലീഗ് സംയമനം പാലിക്കുകയായിരുന്നു. എന്നാൽ PMA സലാമിനെതിരെയുള്ള ഫൈസിയുടെ പരാമർശം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് നയിച്ചു. PMA സലാം ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കണമെന്ന ഫൈസിയുടെ വാക്കുകൾ പരസ്പരമുള്ള ചെളിവാരി എറിയലുകളിലാണ് കലാശിച്ചത്. ഇരുവിഭാഗങ്ങളുടെയും പത്രങ്ങൾ വഴി പരസ്പരം വിമർശനങ്ങൾ ചൊരിഞ്ഞു. സമസ്തയുടെ ഈ നീക്കം സമസ്ത CPM ബന്ധം ശക്തമാണ് എന്ന ധാരണയ്ക്ക് ആഴം കൂട്ടി. ഇപ്പോൾ ഉമർ ഫൈസിയുടെ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാവുകയാണ്. CPM നേതാവ് MV ജയരാജനുമായി ഇത്തരത്തിൽ ചർച്ച നടത്തിയെന്ന് സമസ്ത മുശാവറ അംഗമായ ഉമർ ഫൈസി മുക്കം തുറന്ന് സമ്മതിക്കുകയാണ്. കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമാണെന്നും ജയരാജനെത്തിയത് നന്ദി പറയാനാണെന്നുമാണ് അദ്ദേഹം എന്നാൽ പറയുന്നത്. കൂടിക്കാഴ്ചയ്ക്കെത്തിയ ജയരാജനുമായി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ ചർച്ച ചെയ്തെന്ന് ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കുകയായിരുന്നു. ലീഗ് നേതൃസ്ഥാനത്ത് നിന്നും PMA സലാമിനെ മാറ്റുന്നതാണ് അവർക്ക് നല്ലതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ എല്ലാവരെയും വന്ന് കാണും. അത് അവരുടെ കടമയാണ്. സ്ഥാനാർത്ഥികൾ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും. CPM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ CAA ഏക സിവിൽ കോഡ് വിരുദ്ധ സമരങ്ങളിൽ കണ്ണൂരിൽ ഉൾപ്പെടെ താനും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധം മാത്രമാണ് അദ്ദേഹവുമായുള്ളത്. വേറെ ബന്ധമൊന്നും തന്നെ ഇല്ല എന്നാണ് ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കുന്നത്. എനിക്ക് രാഷ്ട്രീയമില്ല, സമസ്തയ്ക്കും രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം വന്ന് കണ്ടത്. മുൻപ് വരണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും സമയം കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ ജയരാജൻ സംസാരിച്ചു. ഞാനത് കേട്ടു എന്നതല്ലാതെ എനിക്കത് സംബന്ധിച്ച് അങ്ങോട്ടൊന്നും പറയാനില്ലല്ലോ എന്നും ഉമർ ഫൈസി മുക്കം പറയുന്നുണ്ട്. സമസ്തയ്ക്ക് കോട്ടം വരുന്ന ഏത് സംഗതിയും ഒരു സമസ്തക്കാരൻ എന്ന നിലയിൽ എന്നെയും ബാധിക്കും. ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ രണ്ടു കൂട്ടരും പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ജനം കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് താൻ തുറന്ന് സംസാരിച്ചത്. അത് ഇപ്പോഴും താൻ പറയും. തിരുത്തേണ്ടത് മുസ്ലിം ലീഗാണ്. സലാമിന്റെ കാര്യത്തിൽ വലിയൊരു തെറ്റാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. പല മഹാന്മാരും ഇരുന്ന പോസ്റ്റാണിത്. കൂടെ നിൽക്കുന്ന സമസ്തയെ വളരെ പുച്ഛിച്ച് സംസാരിക്കുന്നതിൽ വേദനയുണ്ടായിട്ടുണ്ട്. അത് താൻ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അതിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഉമർ ഫൈസി മുക്കത്തിന്റെ ഈ തുറന്നു പറച്ചിലൂടെ മറ്റൊരു വിവാദത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. CPM സമസ്തയും തമ്മിലുള്ള ബന്ധം വളരെ കുറച്ച് കാലങ്ങളായി ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ലീഗിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല UDFന്റെ ഭാഗത്തുനിന്ന് പോലും അത്തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. CPM സമസ്ത ബന്ധത്തിൽ യഥാർത്ഥത്തിൽ ലീഗിന് അസഹിഷ്ണുതയുമുണ്ട്. തങ്ങളുടെ വോട്ട് ബാങ്ക് തകർന്നു പോകുമോ എന്നുള്ള ആകുലതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് സമസ്ത വിഷയം ഇത്ര ആഴത്തിൽ തന്നെ ചർച്ചയായത്. എന്നാൽ ഇപ്പോൾ ഉമർ ഫൈസി മുക്കം വീണ്ടും EP ജയരാജനുമായി ഒരു കൂടിക്കാഴ്ച താൻ നടത്തിയെന്ന് തുറന്നു പറയുമ്പോൾ, സുപ്രഭാതം പത്രത്തിൽ LDFന്റെ വാർത്ത വരുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സമസ്തയുടെ ഭാഗത്തു നിന്ന് വീണ്ടും സുപ്രഭാതം പത്രത്തിൽ ലേഖനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും സുപ്രഭാതവും സമസ്തയും ആ ആരോപണങ്ങൾ സ്ഥാപിക്കുക തന്നെയാണ്. ഇന്നിപ്പോൾ EP ജയരാജനുമായുള്ള ഈ കൂടിക്കാഴ്ച പോലും യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും വലിയ വിവാദത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമസ്തയുമായുള്ള ബന്ധം സ്ഥാപിക്കൽ എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഉമർ ഫൈസി മുഖത്തിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ചർച്ചയാകുന്നത്.